ഈ സോൾ കോളിംഗ് എന്ന് പറയുന്ന ആഭിചാരം പാവുകളിൽ കെട്ടിവെക്കും. ആണി തറച്ച പാവുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ധാരാളം ഭാരതത്തിൽ ആ വാക്കുകൾ വന്നു തുടങ്ങി. ആഫ്രിക്കയിൽ മാത്രം ഉണ്ടായിരുന്ന ട്രൈബൽ കാര്യങ്ങളായിരുന്നു. അത് തന്നെ ഞാൻ അത് പറയാണ്ടിരുന്നതാണ്. കാരണം അങ്ങനെയുള്ള പലതും ഉണ്ട്. അതിൽ പിടിച്ചിട്ട് ആണി തറച്ച് വെക്കുക. സാർ, ഈ പെൻഡുലം ഹീലിംഗ് തെറാപ്പിയിൽ നമ്മളിപ്പോൾ ഓരോ വ്യക്തിക്ക് ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടോത്ര ഏറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വശ്യം ഏറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ കൺപേറുണ്ടോ, എന്തെങ്കിലും ദൂഷ്യമായിട്ട് എന്തെങ്കിലും അതിൽ ഫലം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കത് കണ്ടുപിടിക്കാനും അതിനെ മാറ്റാനും ഒക്കെ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ എക്സ്പീരിയൻസ് കൂടി പറയാം. സ്ഥലവും ഒന്നും പറയാൻ പറ്റില്ല, വളരെ കോൺഫിഡൻഷ്യലാണ്. ഒരു വിവാഹക്കാരിയാണ്. ഒരു കുട്ടിക്ക് കല്യാണം ഉറപ്പിച്ചു, എല്ലാം ചെയ്തു. ചെറുക്കനും കൂട്ടരും വരുന്നതിൻ്റെ രാത്രി, തലേദിവസം രാവിലെയാണ് എനിക്ക് വിളി വരുന്നത്. കൊച്ച് കല്യാണം സമ്മതിക്കുന്നില്ല, എല്ലാം ഉറപ്പിച്ചു, വിരുന്നൊക്കെ രാവിലെ വരും, പ്രേമിച്ചിട്ടുണ്ട്, ആ ചെറുക്കൻ്റെ കൂടെ പോകണം. ഒരു അടിയന്തര കോളാണ് വന്നത്. ഞാനൊരു 11 മണിയോടുകൂടി ആ വീട്ടിലെത്തി. രാവിലെ ഇറങ്ങിയത് ഏകദേശം രാത്രി 12 മണിക്കാണ്. അതിനുണ്ടായ സംഭവങ്ങൾ ഈ റൂട്ട് കോസിലേക്ക് പോകാൻ വളരെ കഷ്ടപ്പെട്ടു. അവസാനം എനിക്ക് മനസ്സിലായത് വശ്യവും ബ്ലാക്ക് മാജിക്കും ചേർന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനും പാട്. അവസാനം ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മിൽക്കി മിസ്റ്റ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഒരു ബോക്സ് എനിക്ക് കൊണ്ടുപോയി തന്നു. മിൽക്കി ബാർ ഒരു ബോക്സ് എനിക്ക് കൊണ്ടുപോയി തന്നു. ഇത് ആരോടും ഷെയർ ചെയ്യരുത്, ഞാൻ തന്നെ മുഴുവൻ കഴിക്കണമെന്ന് ആ കൊച്ച് ഓർമ്മയിൽ നിന്ന് കഷ്ടപ്പെട്ടു. ആ ഓർമ്മ റിവീൽ ചെയ്യാൻ ഞാൻ കുറേ കാര്യം ചെയ്തു. അങ്ങനെ ഇങ്ങനൊരു കാര്യം ഉണ്ടായി സാറേ എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുള്ള പ്രതിവിധികളും കാര്യങ്ങളും ചെയ്യാൻ സമയമില്ല. ചില കാര്യങ്ങൾ ചെയ്തു. വിവാഹം നടന്നു. അപ്പോൾ ചില സമയത്ത് നമുക്ക് വളരെ ക്രൂഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന് തിരിച്ചടികളുണ്ടാവും. ഇതിനൊരു വില, എപ്പോഴും എനർജി എക്സ്ചേഞ്ചുകളിൽ ഒരു വില കൊടുക്കണം. അപ്പോൾ അത് ഹീലറിന് അടി കിട്ടും. ഹീലർ ഏറ്റെടുക്കേണ്ടി വരും ചില കാര്യങ്ങൾ. ഹീലറിന് പ്രശ്നങ്ങളുണ്ടാവും. ഹീലറിൻ്റെ ആരോഗ്യം പിടിക്കാം, ഹീലറിൻ്റെ സമ്പത്തിനെ പിടിക്കാം, ഹീലറിൻ്റെ സൽകൃതിയെ പിടിക്കാം. ഏതിലൊക്കെ ഇത് ബാധിക്കപ്പെടാം. നമ്മൾ നോക്കിയാൽ പൊതുവേ സ്പിരിച്വൽ ഹീലേഴ്സ് പെട്ടെന്ന് വീഴുന്നത് കാണാം. അത് അവരുടെ തെറ്റുകളല്ല, അവർ ട്രാപ്പിലായിപ്പോവും. ഇപ്രകാരമുള്ള പല ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ വരും. ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ എടുത്ത് തന്നെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ എനർജി എക്സ്ചേഞ്ച് എത്ര പ്രൊട്ടക്ഷൻ എടുത്താലും ഉണ്ടാവും. കാരണം ഒന്നെടുക്കുമ്പോൾ അതിന് തത്തുല്യമായ മറ്റൊന്ന് റീപ്ലേസ് ചെയ്യണം. ഇതിലാണ് ഈ ബ്ലാക്ക് മാജിക്കുകൾ നിൽക്കുന്നത്. ഈ ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദമാണ് എല്ലാവർക്കും ഭയത്തിൽ നിൽക്കുന്നത്. എല്ലാവരും മാജിക് ചെയ്യുന്നവരാണ്. എല്ലാ വ്യക്തികളും മാജിക് ചെയ്യുന്നവരാണ്. ഇത് പറയുമ്പോൾ ആൾക്കാർ വളരെയധികം ചൊടിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ? ഇപ്പോൾ മാഡം പ്രാർത്ഥിക്കുന്ന ആളാണോ? പ്രാർത്ഥിക്കുന്നവരെല്ലാം മാജിക് ചെയ്യുന്നവരാണ്. അതിന് വൈറ്റ് മാജിക് എന്ന് പറയും. രോഗസൗഖ്യത്തിന് വേണ്ടി, പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, സ്നേഹം, കുടുംബസ്നേഹം, സമാധാനം, ഉയർച്ച ഉണ്ടാകുവാൻ, രോഗം മാറുവാനായിട്ടൊക്കെ ചെയ്യുന്നത്. നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നിയോഗങ്ങൾ, ചിന്തകൾ, അതിനു വേണ്ടി പറയുന്ന കാര്യങ്ങൾ, അത് ഭാഷയിൽ മാറും. സംസ്കൃതി പറയും നമ്മൾ മന്ത്രം ചൊല്ലി എന്ന് പറയും. അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആവശ്യബോധത്തോടു കൂടി ഈ പ്രപഞ്ചത്തിലേക്ക് വിടുന്നു നമ്മുടെ ശബ്ദത്തെ. അതാണ് പ്രാർത്ഥന, ശബ്ദമുള്ള പ്രാർത്ഥന. ഇല്ലെങ്കിൽ ഇൻറ്റൻഷൻ, ചിന്തകൾ, അത് നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് അത് എനർജി ഈ ഭൂമിയിലേക്ക് അത് പകരാണ്. നമ്മുടെ ചിന്തകൾ, അത് പോസിറ്റീവായിട്ടുള്ള ചിന്ത. ഇതിനെ വൈറ്റ് മാജിക് കാറ്റഗറിയിൽ പെടുത്തും. അതേപോലെ തന്നെ അത് നമുക്ക് നേരിട്ടും ചെയ്യാം, മറ്റ് വ്യക്തികളോട് തേർഡ് പാർട്ടി വഴി ചെയ്യാം. അതായത് പുരോഹിതന്മാർ, ക്ഷേത്രത്തിൽ പൂജാരികൾ, തന്ത്രികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. മറ്റൊന്നാണ് ഇതിന് നേരെ വിപരീതം.
ഒരാളെ ദ്രോഹിക്കുക, ഒരാളെ നശിപ്പിക്കുക, രോഗിയാക്കുക, ധനസമൃദ്ധി നശിപ്പിക്കുക, സന്തോഷം നശിപ്പിക്കുക, അതായത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് പറയുക, ഇതാണ് ബ്ലാക്ക് മാജിക്. അപ്പോൾ ഞാൻ ബ്ലാക്ക് മാജിക്കിന് ലേബൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഹാംഫുള്ളായത്, അത് ഫിസിക്കലായിട്ട് ഹാംഫുള്ളായിട്ടുള്ളത്, സ്പിരിച്വലായിട്ട് ചെയ്യുന്നത്, ഇനി ഫിനാൻഷ്യലായിട്ട് ചെയ്യുന്നതും ബ്ലാക്ക് മാജിക്കാണ്. അങ്ങനെ വരുമ്പോൾ കൈക്കൂലി മേടിക്കുന്നത് ഏതിൽ പെടും? ബ്ലാക്ക് മാജിക്കാണ്. അപ്പോൾ നീതിയില്ലാത്ത വരുമാനം ഉണ്ടാക്കിയാൽ അത് ബ്ലാക്ക് മാജിക്കിൻ്റെ കേടുള്ള വീഴുന്നത്. അത് ആൾക്കാർ മനസ്സിലാക്കില്ല. നിങ്ങൾ ചെയ്യുന്നതിന് കൂലി അത് നിങ്ങൾക്ക് നിശ്ചയിക്കാം. അനീതിയായിട്ട് അപഹരിക്കുന്ന പണം, ഇതെല്ലാം ബ്ലാക്ക് മാജിക്കുകളാണ്. വശീകരിക്കുകയാണ് ഇല്ലേ, വാക്കുകൾ വഴി പലതരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ എടുത്ത് ഇവിടെ ദാനം വെക്കി, വൈരാജവേ, ഞാൻ അങ്ങനെ പറയാം, നിങ്ങൾക്ക് 100 രൂപ തന്നാൽ എനിക്ക്, അല്ലെങ്കിൽ കാണിക്കയിട്ടാൽ നിങ്ങൾക്ക് 1000 രൂപ തരും. അത് ഏതാണ്? വഴിയോര കമ്പോളത്തിൽ പണ്ട് വൈരാജവേ, മുച്ചീട്ട് കളി എന്ന് പറയുന്ന പോലെയുള്ള തട്ടിപ്പുകൾ. ഇതൊന്നും സ്പിരിച്വാലിറ്റി അല്ല. ഇതിനാണ് ക്രിസ്തു അടിച്ചു പൊടിച്ചെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ, നല്ല കുറേ ഗുരുക്കന്മാർ നമുക്ക് ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയവരുണ്ട്. അവരെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കിയാൽ ഈ ചൂതാട്ടങ്ങൾ, ഈ ചൂഷണങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ. എന്നെ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണത്തെ ഈ വിധത്തിൽ കൈക്കൂലിയായിട്ടോ മറ്റ് താന്ത്രിക മാന്ത്രിക വിദ്യകൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാൽ അതെല്ലാം തട്ടിപ്പാണ്. ഞാനിങ്ങനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു, എനിക്കൊന്നും ഏൽക്കില്ല എന്ന് ഉറപ്പാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ബാധിക്കാതിരിക്കുമോ? അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. മാഡത്തിൻ്റെ നല്ല സൗകര്യമുള്ള വീടാണ്, പല വില കൂടിപ്പുള്ള വസ്തുക്കളുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഒരു കള്ളന് കയറി തീർത്തുകൊണ്ട് പോയിക്കൂടെ? അപ്പം ഞാൻ നന്നായിട്ട് ചിന്തിക്കുന്നു, നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കരുതിയ കള്ളൻ അതിലെന്ത് വ്യത്യാസം? അവൻ കയറാൻ പറ്റിയാൽ അവൻ എന്ത് ചെയ്യും? വില പിടിപ്പുള്ള സാധനങ്ങൾ അവൻ ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ട് അവൻ പോകും. അല്ല, അങ്ങനെ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ ദൈവം സംരക്ഷിക്കുന്നു ഉറച്ച് വിശ്വസിച്ചാൽ കള്ളന് കയറാൻ പറ്റുമോ? കള്ളൻ്റെ ആവശ്യം എന്താ? കള്ളനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ തമാശയെ കൂടി പറയും. ഇന്നലെയും എൻ്റെ ഒരു ശിഷ്യനോട് സംസാരിച്ചു, പറഞ്ഞു ഏറ്റവും കൂടുതൽ നേർച്ചയിടുന്ന പുണ്യാളന്മാരുടെ ലിസ്റ്റ് എടുത്തു. പുണ്യാളന്മാരുടെ പേരൊന്നും പറയണില്ല. പാമ്പ് കടി കേൾക്കാതിരിക്കാനായിട്ടൊരു പുണ്യാളന് കോഴി വരെ നേരും. ഇത് കൂടുതലും കള്ളന്മാരാണ്. കാരണം അവർ പരിചയമില്ലാത്ത പറമ്പിലൂടെയും സ്ഥലങ്ങളിലൂടെയും പോകുമ്പോൾ പാമ്പ് കടി ഏറ്റ് ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരും. അപ്പോൾ അവരുടെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ടോ പുണ്യാളൻ? കേൾക്കുന്നുണ്ട്, ഇല്ലേ? അവൻ സുഖമായിട്ട് ചെന്ന് ആ ഭവനത്തിലുള്ള കൊള്ളയടിച്ച് പോരുന്നു, അതിൻ്റെ വിഹിതവും പുണ്യാളിന് കൊടുക്കുന്നു. അപ്പോൾ അത് ബ്ലാക്ക് മാജിക്കായി. മറ്റൊരാൾ പ്രാർത്ഥിച്ചെന്താ, എൻ്റെ വീടൊന്നും വരാതെ കാത്തു സൂക്ഷിക്കണം. പക്ഷെ ആ പുള്ളിയുടെ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ശക്തി കൂടിയത്? ഈ രീതിയിൽ പോവും. പക്ഷേ ഞാനതിനെ തമാശയിൽ തള്ളിക്കളയുന്നില്ല. ബ്ലാക്ക് മാജിക് ഉണ്ട്. ബ്ലാക്ക് മാജിക്കിൽ ഞാൻ എൻ്റെ ഒരു ഓപ്പൺ വെബിനാറിൽ ഞാൻ ധാരാളം ആഫ്രിക്ക റിലേറ്റഡായിട്ട് ആഫ്രിക്കയിൽ നടക്കുന്ന ബ്ലാക്ക് മാജിക്കുകൾ, ചൈനയിലെ ബ്ലാക്ക് മാജിക്കുകൾ എല്ലാം പറഞ്ഞു. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. നമ്മുടെ ഇന്ത്യ കേരളത്തിലെ ബ്ലാക്ക് മാജിക്കുകളിലെല്ലാം അറിയാത്തത് അതിലൊന്ന് സോൾ കോളിംഗ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ആഭിചാരമുണ്ട്. ഇവിടെയും അത് പല രീതിയിലെല്ലാം ഉണ്ട്. ആവാഹനം എന്നൊക്കെ പറയുന്നതൊക്കെ അത് തന്നെയാണ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ സോൾ പാർട്ടിക്കിൾസിനെ വലിച്ചെടുക്കുവാനുള്ള ചില വിദ്യകളുണ്ട്. ഇത് നമ്മുടെ പേരൻസും അറിഞ്ഞും അറിയാതെയും ചെയ്യും. അത് സോൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ള ഒരു സോൾ ലോസ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്കതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നേർച്ച നേരില്ലേ, ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ വന്നേക്കാം, അല്ലെങ്കിൽ മലയാറ്റൂർ മലയിൽ വന്നേക്കാം, കൊച്ചുങ്ങൾക്ക് നേർച്ച നേരും. അതുകൊണ്ടാണ് പറഞ്ഞത് നേർച്ച നേർന്നാൽ അത് പാലിക്കണം. കാരണം ഈ നേർച്ച പറയുമ്പോൾ, ഇന്ന സ്ഥലത്തെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ കൊച്ചൊരു അസുഖാവസ്ഥയിലാണ്. ആ അസുഖത്തിൽ നിന്ന് മോചിതമാവാൻ വേണ്ടിയിട്ടാണ് നേർച്ച നേരുന്നത്.
പക്ഷെ അത് പറയുമ്പോൾ ആ വാക്കിലൂടെ ഹീലാവേണ്ട കുറച്ച് സോൾ പാർട്ടിക്കിൾസ് ഓൾറെഡി ട്രാവലാവും. ഈ പറയുന്ന അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ചെല്ലാമെന്നുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അത് ഹീലായിട്ട് വെയിറ്റ് ചെയ്യും. ജീവകണങ്ങൾ വെയിറ്റ് ചെയ്യും, അത് തിരികെ വരില്ല. ഈ വ്യക്തി എന്ന് അവിടെ ചെല്ലുന്നോ അപ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നേർന്ന് ഞാൻ അവിടെ ചെന്ന് അയ്യോ ഭയങ്കര ചേഞ്ച് കിട്ടിയെന്ന് പറയാൻ കാരണം ഈ നേർച്ച ചെയ്തപ്പോൾ സംഭവിച്ച ഈ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചിട്ട് അവിടെ പോയി ഹീൽഡായിട്ട് വെയിറ്റ് ചെയ്യണം. അത് വീണ്ടും ശരീരത്തിൽ നമ്മൾ പറഞ്ഞ ദേഹിയിൽ സോളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തി പൂർണ്ണമാവുള്ളൂ. ഒരു വ്യക്തി പൂർണ്ണമായാൽ മാത്രമാണ് ആ ചക്രകളെല്ലാം തന്നെ ബാലൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ നടന്ന ഒരു വ്യക്തിയിൽ എത്ര ഹീൽ ചെയ്താലും എത്ര ചക്ര ഹീലിംഗ് ചെയ്താലും ചക്രകൾ എന്ന് പറയുന്നത് ഒരു എനർജി സൈക്കിളാണ്. അപ്പോൾ ആ എനർജി സൈക്കിളിൽ ഒരു പല്ല് അടന്നു പോയാൽ അത് ഇറഗുലറായിട്ട് മൂവ് ചെയ്യും, അപ്പോൾ ഇംബാലൻസ് ആയി. അപ്പോൾ ഈ സോൾ ഫ്രാഗ്മെൻറ്റേഷൻ നടന്നിട്ടുണ്ടോ എന്നൊരു ഹീലർ പരിശോധിക്കണം, മനസ്സിലാക്കണം. അത് നേർച്ചകളിൽ സംഭവിക്കാം, ഇല്ലെങ്കിൽ ശാപങ്ങളിൽ സംഭവിക്കാം, ഇല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ചൈൽഡ് അബ്യൂസ്. ചൈൽഡ് അബ്യൂസിൽ ഭയപ്പെട്ട് സോൾ ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ച് ഇത് ബോഡിയുടെ ഓറയ്ക്ക് പുറത്ത് പോവുകയും ചില കേവുകൾ, ചില വനാന്തരങ്ങൾ, ചില ക്ഷേത്രങ്ങൾ, പല സ്ഥലങ്ങളിലേക്ക് അത് അഭയം തേടി പോവുകയും ചെയ്യും. ചില സോൾ ഫ്രാഗ്മെൻറ്റേഷൻ ശക്തിയുള്ള മറ്റ് സോൾ ഫ്രാഗ്മെൻറ്റേഷനായിട്ട് സിങ്ക്രണൈസ് ആയി പോകും. ചിലത് തിരിച്ച് കിട്ടുക പോലുമില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ 97% കിട്ടിയിട്ടുണ്ട്, വീണ്ടും 3% മിസ്സിങ് ഉണ്ട്. 4 വർഷമായിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് കാര്യം പറയണം. അദ്ദേഹത്തിന് വളരെ ബോധ്യമാണ്. വർഷങ്ങളായിട്ട് ചില അസുഖങ്ങൾ എൻ്റെ അടുത്ത് വന്ന് അതിന് പരിവർത്തനങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായതാണ്. തന്നെയല്ല, മറ്റൊരു ഡോക്ടർ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, പെൻഡുലം തെറാപ്പി അറിയുന്ന ഒരാളാണ്. ഇദ്ദേഹം കൂടെ നടന്ന ഒരാളാണ് വർഷങ്ങളോളം. പെൻഡുലം തെറാപ്പീനെ കുറിച്ച് നന്നായിട്ട് അറിയാം, പഠിക്കാൻ സാഹചര്യം കിട്ടിയില്ല. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്ന ആളാണ്. ഞാനും ബാലപാഠങ്ങളെല്ലാം പഠിച്ച അമേരിക്കയിൽ നിന്ന് തന്നെയാണ് പെൻഡുലത്തിൻ്റെ. അപ്പോൾ ഈ സോൾ കോളിംഗ് എന്ന് പറയുന്ന ആഭിചാരം പാവുകളിൽ കെട്ടിവെക്കും. ആണി തറച്ച പാവുകളെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ധാരാളം ഭാരതത്തിൽ ആ വാക്കുകൾ വന്നു തുടങ്ങി. ആഫ്രിക്കയിൽ മാത്രം ഉണ്ടായിരുന്ന ട്രൈബൽ കാര്യങ്ങളായിരുന്നു. അത് തന്നെ ഞാൻ അത് പറയാണ്ടിരുന്നതാണ്, കാരണം അങ്ങനെയുള്ള പലതും ഉണ്ട്. അതിൽ പിടിച്ചിട്ട് ആണി തറച്ച് വയ്ക്കുക. അപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് നമുക്ക് പെൻഡുലത്തിലേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ആഫ്രിക്കൻ ബ്ലാക്ക് മാജിക്കുകൾ ശക്തി പ്രാപിച്ച് വരികയാണ്. അതിന് ഒരു റിവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പെൻഡുലം പഠിക്കണം. പെൻഡുലം പൂർണ്ണമായിട്ടും വൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതിൽ ഒന്നാണ് ഹീബ്രു പെൻഡുലം. ഹീബ്രു പെൻഡുലം എൻ്റെ അറിവിൽ ഇന്ത്യയിലില്ല. അതിന് കാരണം ഹീബ്രു പെൻഡുലത്തിന് ഉപയോഗിക്കുന്ന മരം അത് ഇന്ത്യയിലില്ല. അത് ബീച്ച് എന്ന് പറയുന്ന ഒരു മരത്തിന് ബീച്ച് വുഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഞാൻ വരുത്തുന്നത് സ്പെയിനിൽ നിന്നാണ്. ഇപ്പോൾ സ്പെയിനിൽ നിന്ന് കുറച്ച് ബാച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റുഡൻസിന്. അത് വൈറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ, വൈറ്റ് മാജിക്കാണ്. അതിനുപയോഗിക്കുന്നത് ഹീബ്രു ലെറ്റേഴ്സാണ്. അതിന് കുറച്ച് മാത്രം പറഞ്ഞു പോകാം. 72 നെയിംസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന രീതിയിൽ 72 രീതിയിൽ 3 അക്ഷരങ്ങൾ വെച്ചിട്ട് ദൈവത്തിൻ്റെ ഓരോ പേരിനും ഓരോ ശക്തിയുണ്ട്, ഓരോ ആവശ്യങ്ങളുണ്ട്. അത് എഴുതിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് പഠിക്കാനും എളുപ്പമാണ്, ആർക്കും ചെയ്യാം. അതിന് കർമ്മദോഷമില്ല, കാരണം അത് പ്യുവർ ഇൻറ്റൻഷൻ സ്വീകരിക്കുകയുള്ളൂ. മറ്റ് പെൻഡുലങ്ങൾ വൈറ്റും ചെയ്യാം, ബ്ലാക്കും ചെയ്യാം. കാരണം ഉണ്ട് ധാരാളം ഉണ്ട്. ഞാൻ കടന്നു വരാം. ഞാൻ പെട്ടെന്ന് സാന്ദർഭികമായിട്ട് തീർച്ചയായിട്ടും എന്താണ് അത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമല്ല, സ്പെയിനിൽ നിന്ന് വരുത്തിയ ഒരു പെൻഡുലമാണ്. അപ്പോൾ അത് വൈറ്റ് മാജിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ ബ്ലെസ്സിങ്സും കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒന്നാണ് ഇത്. ബീച്ച് വുഡാണ് ഇത്. ഇതിന് 2 തലങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മറ്റ് പെൻഡുലം പോലെയല്ല, ഇങ്ങനെ 2 തരത്തിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു. അതിലൊന്ന് ഈ 2 കട്ടുണ്ടാവും. ഈ പെൻഡുലങ്ങൾ നമ്മൾ പിടിക്കുമ്പോൾ വായുവിലുണ്ടാകുന്ന ചുഴികളുണ്ട്, അതിന് ഓരോ ഫ്രീക്വൻസി എനർജികൾ മാറും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സൈഡ് ഉപയോഗിക്കുമ്പോൾ അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ വശം ഉപയോഗിക്കുന്നത് ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ്.
അതാണ് രണ്ട് പ്രത്യേകത, മറ്റു പെൻഡുലങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് ഇതുപോലെ ഇപ്പോൾ ടാരോട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം. ടാരോട്ടിൻ്റെ കാർഡുകൾ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലർ ഇത് കിളിയെ കൊണ്ട് എടുക്കുന്ന പോലെയൊക്കെ എന്ന് പറയാം. ആ രീതിയിൽ നമുക്ക് ധാരാളം ഹീബ്രു ലെറ്റേഴ്സും, ഇതാണ് സ്പാനിഷ് ലെറ്ററും ഹീബ്രുവും കൂടിയാണ്. ഇതിൻ്റെ മലയാളം വേർഷൻ കൂടിയും ചെയ്യുന്നുണ്ട് ഞാൻ. അതിൻ്റെ പ്രോസസ്സിലാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് മലയാളം മീനിങ്ങും ഇത് ഹീബ്രുവിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അത് സ്പാനിഷിൻ്റെ ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചെന്നുള്ളൂ. ഇതിൻ്റെ മീനിങ് വേറെയാണ്. അത് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ആദ്യം ഒന്ന് മാഡത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്ക് നോക്കി. ഇപ്പോൾ ഈ ഭാഷ എനിക്കും അറിയില്ല, ഇത് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താലും മനസ്സിലാവും തൽക്കാലം. അപ്പോൾ ഇത്രയും ബഞ്ച് ഓഫ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സ്പെയിനിൽ നിന്ന് വരുത്തിയതാണ്. ഇത് സെറ്റായിട്ട് വരുത്തിയതാണ്. ഇത് ഏകദേശം 35-36 യൂറോ വില വരും. പോസ്റ്റലെല്ലാം വരുമ്പോൾ ഏകദേശം ഇന്ത്യൻ വാല്യൂവിൽ 7000 രൂപയോളം ഇപ്പോൾ ഇതിന് വില വരും. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നമ്മൾ എല്ലാം നിരത്തി വയ്ക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒരു 3-4 നമ്മൾ ഇങ്ങനെ ഇപ്രകാരം വയ്ക്കുക. ഇപ്പോൾ നമുക്കൊരു പരീക്ഷണം നടത്താം.